ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ കേട്ട് നോക്കിയാലോ. അങ്ങനെ ടി വിയിലെ ന്യൂസ് കണ്ടിട്ട് വിക്രമിന് ഭയങ്കര സങ്കടം വരികയാണ്. കാരണം വാസവനാണല്ലോ ജയിച്ചത്, ശ്രീനിവാസൻ തോറ്റു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വിക്രം ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ വേഗം വന്നിട്ട് ടി വി ഓഫ് ചെയ്യുക. എന്നിട്ട് സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. ആർക്കൊന്നും മനസ്സിലാവണില്ല എന്താ സംഭവിച്ചതെന്ന്. അച്ഛൻ ആ സമയത്ത് വിക്രമിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛൻ വിളിക്കുകയാണ്, വിക്രം എന്ത് പറ്റി വിക്രം? വിക്രാണെങ്കിലും ആ സമയത്ത് ഇരുന്നിട്ട് കരയാണ്. അപ്പോൾ ഗീവർഗീസ് വന്നിട്ട് ചോദിക്കുകയാണ്, വിക്രം എന്ത് പറ്റി വിക്രം എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് വിക്രം പറയാണ്, ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചത് അച്ഛാന്ന് പറയാണ്. എന്താ താൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പം ശ്രീനിവാസൻ സാറ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. എന്നെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളാണ്. പക്ഷേ ആ സാറിന് ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രം ഇങ്ങനെ സങ്കടത്തോടെ ഓരോ കാര്യങ്ങൾ പറയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് വേദ വരാനുണ്ടായ കാരണങ്ങൾ ശ്രീനിവാസൻ സാറാണ്. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് ഓരോന്ന് പറയുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ്, വിക്രം നിനക്കൊന്ന് കുമ്പസരിക്കണം എന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ട് അച്ഛൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് വിക്രമിൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്തൊക്കെയോ പറയാണ് കേട്ടോ. പിന്നീട് അച്ഛൻ വിക്രമിനെയും കൊണ്ട് കുമ്പസരിക്കാൻ പോയതും വിക്രം അച്ഛൻ്റെ മുന്നിൽ കുമ്പസരിക്കുന്ന കാഴ്ചയൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ കുമ്പസരിക്കുന്നതിലൂടെ അച്ഛന് വിക്രമിനെ കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ജോബി വേദയും വിക്രവും താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ്. അങ്ങനെ വേദ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ജോബിനെ കാണുകയാണ്. അവൾക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് ജോബിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്താ സാറേ എന്ന് ചോദിക്കുമ്പം വേദ, നീ എന്താ ഇന്ന് ജോലിക്ക് വരാഞ്ഞത്? എനിക്ക് പനിയായിരുന്നു സാറേ എന്ന് പറയാണ്. പനിയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയണ്ടേ? വിളിച്ചു പറയാനുള്ള മര്യാദ കൂടിയും കാണിക്കാത്തത് എന്താ? ഞാൻ മേരി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, വേദയ്ക്ക് എൻ്റെ നമ്പർ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജോബി. വേദ പറയാണ്, ഇല്ല നമ്പർ അറിയില്ല, എന്നാൽ കുറിച്ചെടുത്തോ? വേണ്ട, ഞാൻ മേരി ചേച്ചിയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കോളാം. ആണോ? അതിനുശേഷം ജോബി ചോദിക്കുകയാണേ, ഓടിപ്പോന്നവരാണെന്ന് മനസ്സിലായി, പക്ഷേ നാട്ടുകാരെ പേടിച്ചു പോന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയാണ്. അതെ, സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വേദ ചോദിക്കുകയാണ്. അല്ല, അന്ന് പറഞ്ഞല്ലോ ഒളിച്ചോടി പോന്നവരാണെന്ന്, പക്ഷേ ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി. 1 വർഷം മുമ്പ് ബലമായി താലി കെട്ടിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒളിച്ചോടി പോകുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വേദയ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് ഈ പാവം നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ജോബിനെ പറ്റിക്കാനേ ഒരു നിലയ്ക്കും പറ്റൂല എന്ന് പറയാണ് കേട്ടോ. ആ സമയത്ത് വേദ പറയാണ്, സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നതിന് ഒരു കാര്യമുണ്ട്, ഇതാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ജോബി ഫോൺ എടുത്തിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുമ്പം വേദയ്ക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലാവാണ്. ജോബി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ വേദ പറയും, ഞങ്ങൾ ഒരാളെയും പറ്റിച്ചിട്ടില്ല. ഓ, കൊല ചെയ്തിട്ടാവും ശീലം അല്ലേ? അങ്ങനെ ജോബി ചോദിക്കുന്ന സമയത്ത് വേദ പറയും, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, വിക്രമിന് ആ കൊലപാതകത്തിൽ ഒരു പങ്കും ഇല്ല എന്ന്. അപ്പോൾ ജോബി പറയാണ്, അതെ, ഞാൻ ഈ വാർത്ത നാട്ടിൽ പ്രചരിപ്പിച്ചാലേ എന്താവും സംഭവിക്കാമെന്നറിയാലോ. ഇവിടുത്തെ നാട്ടുകാർ തന്നെ പോലീസിനെ കൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും, അത് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, സാറ് ഇങ്ങനൊന്നും സംസാരിക്കരുത്, ആ കൊലപാതകത്തിൽ വിക്രമിന് ഒരു പങ്കുമില്ല, അത് കുറച്ച് നാളുകൊണ്ട് തന്നെ തെളിയിക്കപ്പെടുമെന്ന് വേദ പറയും. ഞാനിപ്പോൾ തൽക്കാലം ഇതാരോടൊന്നും പറയാൻ പോകുന്നില്ല, ശരി, എന്നാൽ സാർ ഇതാരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ജോബി പറയാണ്, പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുമ്പം തിരിച്ചും എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. സാറിന് എത്ര പണം വേണം എന്ന് വേദ ചോദിക്കുമ്പോൾ, പണോ? എനിക്കോ? നിങ്ങളുടെ കയ്യിൽ നിന്നും പണം മേടിക്കുമ്പോൾ ഞാൻ ആരായി എന്ന് ജോബി പറയാണ്. അപ്പോൾ വേദ ചോദിക്കും, സാറിന് പിന്നെ? അപ്പം ജോബി പറയും, എനിക്ക് കുറച്ച് സംസാരിക്കാൻ. ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യേ, താൻ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വായോ, അവിടുന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇവിടെ വന്നപ്പം വേദനയോട് ഇരിക്കാനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ അവിടെ വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, നല്ല VIP ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ തരിക. അപ്പം നമ്മൾക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവ് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ജോബി പോകാനായിട്ട് തിരിയാണ്. അപ്പോൾ ആ സമയത്ത് വേദ പറയും, ഒരു നിമിഷം ഒന്ന് നിന്നേ, സാറിൻ്റെ സംസാരത്തിൽ മോശമായിട്ടൊന്നും ഇല്ലെങ്കിലും ആ സ്വഭാവത്തിൽ ചീഞ്ഞ നാറ്റം എനിക്ക് മനസ്സിലാവും കേട്ടോ. തൻ്റെ സ്വഭാവം നന്നായിട്ട് എനിക്ക് മനസ്സിലായി. ഇനി ഒരൊറ്റ തവണയും കൂടി താൻ ഇങ്ങനെ സംസാരിച്ച വേദ ആരാണെന്ന് താൻ അറിയും. താൻ എന്താ വിചാരിച്ചത്? താൻ വിളിക്കുമ്പോഴേക്കും ഞാൻ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരുന്നു, അങ്ങനെയാണോ താൻ എന്നെപ്പറ്റി വിചാരിച്ചത്? തൻ്റെ ആ നാറിയ സ്വഭാവം ഒന്നും എൻ്റെ അടുത്തെടുക്കണ്ട എന്നും പറഞ്ഞിട്ട് വേദ അയാളെ പറഞ്ഞയക്കുകയാണ്.
അയാൾ പോകുന്ന സമയത്താണ് വിക്രവും ഗീവർഗീസും അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഗീവർഗീസ് പറയും ഇയാളെന്താ ഇവിടെ? അപ്പോൾ വിക്രം പറയും അയാൾക്ക് വേദയ്ക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് വന്നതായിരിക്കും, വിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതായിരിക്കും. ഉവ് തോട്ടത്തൊഴിലാളികളിൽ ഒരുത്തൻ പോലും വണ്ടി ഇടിച്ച് ചത്താൽ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. എന്താ കാര്യം, എന്തിനാ വന്നത് എന്നൊക്കെ വേദൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചറിഞ്ഞേക്ക്. അതും പറഞ്ഞ് ഗീവർഗീസ് അവിടെ നിന്ന് പോവാണ്. അപ്പം വിക്രം കയറി വന്നിട്ട് വേദൻ്റെ അടുത്ത് ചോദിക്കും എന്തിനാ മാനേജർ വന്നത്? അപ്പോൾ വേദ പറയും വാ അകത്തേക്ക് വാ, ഒക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോവാണേ. പിറ്റേ ദിവസം വിക്രം മാനേജറെ കാത്തു നിൽക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത്. ഒരു മലേൻ്റെ മുകളിൽ ഇങ്ങനെ അയാളെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അയാൾ വണ്ടിയിൽ പോകുന്നത് വിക്രം കാണും. അങ്ങനെ കൈകൊണ്ട് മാടി വിളിക്കുകയാണ്. അങ്ങനെ വിക്രമിനെ കണ്ട് ജോബി വണ്ടി അവിടെ നിർത്തും. ആ സമയത്ത് വിക്രം മലേൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഇയാളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് വിക്രം ജോബിൻ്റെ അടുത്ത് പറയും സാറാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ. അപ്പം ജോബി ചോദിക്കും എന്തിനാ ഞാൻ ഇറങ്ങുന്നത്? ഇറങ്ങ്, എവിടെ പോയി കളിച്ചാലും സമ്മാനം വാങ്ങാൻ താഴെ ഇറങ്ങണം എന്നല്ലേ? വിക്രമാണെങ്കിലോ ആ സമയത്ത് വണ്ടീൻ്റെ ചാവിയൊക്കെ ഊരി വാങ്ങാണ്. അന്നേരം അയാൾ താഴത്ത് ഇറങ്ങാണ്. എന്നിട്ട് വിക്രം അയാളോട് ചോദിക്കുകയാണ് ഇന്നലെ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞല്ലോ. അത് പിന്നെ പനിയാണെന്ന് അറിഞ്ഞിട്ട് ആണോ? ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ പനിയാണെങ്കിൽ സാർ ചെന്ന് അന്വേഷിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അയാളൊന്നും മിണ്ടണില്ല കേട്ടോ. ഇന്നലെ എന്തോ വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കാണട്ടെ. അത് പിന്നെ സാറിന് ആ വീഡിയോ കാണിച്ചു തരാൻ പറ്റുമോ, അതോ ഫോൺ ഞാൻ പിടിച്ചു വാങ്ങണോ? വേണ്ട, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണേ. സാർ ഒരു കാര്യം ചെയ്യും, ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. എന്ന് പറയും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം, എന്തായാലും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ വിക്രം പറയും വേണ്ട, നമുക്ക് ആ ഫോൺ തന്നെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. അന്നേരം ജോബി പറയും അയ്യോ അത് വേണ്ട, അത് എസ്റ്റേറ്റിലെ ഫോണാണ്, എനിക്ക് ആ ഫോണ് അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ വിക്രം പറയാണ് അതെ, നിങ്ങൾ അറിഞ്ഞ ഈ കൊലപാതകം ഉണ്ടല്ലോ, അതിലെനിക്കൊരു പങ്കുമില്ല. ഇതുവരെ വിക്രം ഒരാളെ കൊന്നിട്ടില്ല. പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ മാനത്തിൽ വില പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്കത് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിക്രം അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക കേട്ടോ. അത് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. തന്നെ കൊന്നിട്ട് ഈ തോട്ടത്തിൻ്റെ താഴ്വരയിലെ ഏതെങ്കിലും ഒരു മുക്കിൽ ഞാൻ വലിച്ചെറിയും, ഒരു ഈച്ച പോലും അറിയില്ല എന്നൊക്കെ പറയാണ്. അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ജോബി ഇങ്ങനെ അപേക്ഷിക്കുകയാണ് കേട്ടോ. എൻ്റെ തനി സ്വഭാവം പുറത്തെടുത്താലുണ്ടല്ലോ നീയൊന്നും താങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നന്നായിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. എന്തായാലും വേദനെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചതല്ലേ, എന്തായാലും വേദ ബംഗ്ലാവിലേക്ക് വരും, പക്ഷേ ഒറ്റയ്ക്കായിരിക്കില്ല കേട്ടോ. വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് പറയാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. ഇയാളാകെ പേടിച്ചു വരച്ചല്ലോ ജോബി ഇമ്മാനുവൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ പറയാണ് കേട്ടോ. അന്നേരം ജോബി നന്നായിട്ട് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ജോബി പറയും ഇല്ല, ഞാൻ ആ വീഡിയോ ആരെയും കാണിക്കില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ഒരു സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ പവിത്രം സീരിയൽ അവസാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.